നിനക്കും നിൻ്റെ തലമുറകൾക്കും വിരോധമായി, നിൻ്റെയും അവരുടെയും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നന്മകൾക്കും വിരോധമായി ചെമ്പ് തകിടുകളിലും വെള്ളി രൂപങ്ങളിലും എഴുതി വച്ച എഴുത്തുകുത്തുകളെ, രേഖകളെ ദൈവം ഇന്ന് മായ്ച്ചു കളയും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസ് ഓഫ് ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ എന്നെ തേടിയെത്തി. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വിളിച്ചിരുന്നത് പോലെ അതെ, അപ്പുറത്ത് നിന്ന് വളരെ സങ്കടത്തോടുകൂടെയുള്ള പരിതാപകരമായ ഒരു പരാതിയുടെ പരിഭവത്തിൻ്റെ ശബ്ദം. പാസ്റ്റർ, 2 മക്കൾ ഞങ്ങൾക്കുണ്ട്, 2 മക്കളെയും പഠിപ്പിച്ചു. വെറുതെ പഠിപ്പിക്കുകയല്ല, പഠിപ്പിച്ചവരെ ഒരു നിലയിലെത്തി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. അതോടുകൂടി ഞങ്ങൾക്കുണ്ടായിരുന്നത് സകലതും നഷ്ടപ്പെട്ടു. പ്രിയ പാസ്റ്റർ, കേൾക്കണമേ. അവർ പറയുകയാണ്, ഞങ്ങളുടെ മക്കൾ ജനിച്ചത് സ്വന്തം ഭവനത്തിലാണ്, പക്ഷേ ഇന്ന് അവരും ഞങ്ങളും വാടക വീട്ടിലാണ് കഴിയുന്നത്. കാരണം അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ധനമെന്ന് ഞങ്ങൾ കണ്ട് അവരെ പഠിപ്പിച്ചു. ഉള്ളതെല്ലാം ചിലവാക്കി പഠിപ്പിച്ചു. ഭർത്താവ് വിദേശത്തായിരുന്നു, അവിടെ സമ്പാദിച്ചത് മുഴുവൻ ചിലവഴിച്ചു, ഒത്തിരി പഠിപ്പിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് നൽകുവാൻ പോകുന്ന വിശാലതയ്ക്കായി, വർധനവിനായി ഞങ്ങൾ നഷ്ടപ്പെടുത്തിയതെല്ലാം ഞങ്ങളുടെ മക്കളിലൂടെ തിരികെ പ്രാപിക്കുന്ന സന്തോഷങ്ങൾക്കായി ഞങ്ങൾ ഒരുങ്ങി. എൻ്റെ മൂത്ത മകൻ പഠനം കഴിഞ്ഞ് ഒരു അറബ് രാജ്യത്തേക്ക് കടന്നുപോയി. വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നു. നല്ല സ്ഥാപനം, നല്ല ജോലി, സന്തോഷത്തിൻ്റെ വാർത്തകൾ അവൻ വിളിച്ചു പറഞ്ഞു. എന്നാൽ 6 മാസം തികച്ചില്ല, ആ മകൻ തിരികെ വന്നു. വളരെ ഞങ്ങളെ സങ്കടപ്പെടുത്തി, ഭാരപ്പെടുത്തി, നിരാശപ്പെടുത്തി. എങ്കിലും ഞങ്ങൾ ധൈര്യമായിരുന്നു, പ്രാർത്ഥിച്ചു. പിന്നെയും മകൻ മറ്റൊരു രാജ്യത്തിലേക്ക്, ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് കടന്നുപോയി. അപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. ദൈവം ഒരു വിശാലതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഞങ്ങളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. കടന്നുപോയി. അവിടെയും അത് തന്നെ കടന്നുപോയ സമയം വളരെ നല്ല സമയമായിരുന്നു. പെട്ടെന്ന് ജോലികൾ കിട്ടി. നല്ല രീതിയിൽ മകൻ സമ്പാദിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ സന്തോഷിച്ചു. ഞങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയും എന്ന് ഞങ്ങൾ കരുതി. എന്നാൽ പെട്ടെന്ന് അവിടെയും ഞങ്ങളുടെ മകന് ജോലി നഷ്ടപ്പെട്ടു. നോക്കൂ പാസ്റ്റർ, ഇന്ന് ഞങ്ങളുടെ മൂത്ത മകൻ ഞങ്ങളുടെ ഭവനത്തിനകത്തുണ്ട്. ഇളയ മകൻ, ഒത്തിരി പഠിച്ച ഞങ്ങളുടെ ഇളയ മകൻ നാട്ടിൽ ഒരു ഹോട്ടലിൽ വെയ്റ്ററായി ജോലി ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി ജോലി ചെയ്യുവാൻ തക്ക വിധത്തിൽ പഠിച്ച മകൻ. അത്രമാത്രം ആ ഭവനത്തിൻ്റെ അവസ്ഥ മാറി. 2 യാത്ര പരാജയപ്പെട്ടപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് ആ ഭവനം എത്തിച്ചേർന്നു. പാസ്റ്റർ, മാർക്കിന് കുറവില്ല, നല്ലവണ്ണം അവർ പഠിച്ചു പൂർത്തിയാക്കി. ഞങ്ങളാർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നവരാണ്. ദൈവഭയത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ വളർത്തിയതാണ്. നിങ്ങൾ അറിയുമെങ്കിൽ പറഞ്ഞു തരിക, എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി കടന്നു വന്നു? എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ചോദ്യം ഇതാണ്. നിങ്ങൾ ദൈവസേനയിൽ നിൽക്കുന്നവരാണ്, ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നവരാണ്, കർത്താവിൻ്റെ സേനയിൽ വിശ്വസ്തയോടെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യാതെ ആയിരിക്കുന്നവരാണ്. എന്നിട്ടും എന്തുകൊണ്ട് തലമുറകൾ എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നില്ല, പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നില്ല? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ട നന്മകൾ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. ചോദ്യം അതല്ലേ? അതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ആ സഹോദരിക്ക് വേണ്ടി അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിച്ച് ഏകദേശം പ്രഭാതത്തോടടുക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരിയെക്കുറിച്ച്, അവർ ആയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി. ചുറ്റുമുള്ളവരാൽ, അതെ, അവർക്കൊപ്പമുള്ളവർ തന്നെ ഇവരെക്കാൾ പേരുള്ള പെരുമയുള്ള പല നിലകളിൽ ഈ സമയം വരെ, അതായത് അവർ പ്രാർത്ഥന വിഷയം അറിയിക്കുന്ന സമയം വരെ ഉയർന്നവർ, അവരുടെ മക്കൾക്ക് എത്തുവാൻ കഴിയാത്ത സ്ഥാനങ്ങളിലാണ് ഈ സഹോദരി തൻ്റെ മക്കളെ എത്തിച്ചത്. അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായി ആ സ്ഥാനങ്ങളിൽ അവർ എത്തി. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അതേ തുടർന്നുണ്ടായ അസൂയകൾ. സഹോദരി ചിരിയോടെ പിന്നത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ, അവരൊക്കെ പകുതി തമാശ പോലെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ആവശ്യമുണ്ടോ?
നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീട് വിറ്റ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കയ്യിലുള്ളതെല്ലാം ചിലവഴിച്ച് പഠിപ്പിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അല്ലാതെ തന്നെ പഠിച്ച് ഏതെങ്കിലുമൊക്കെ കോഴ്സിനായിട്ട് മക്കൾ പോയാൽ മതിയല്ലോ. എല്ലാ മക്കളും പഠിക്കുന്നില്ല. എല്ലാവരും നിങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സ് മാത്രമല്ലല്ലോ പഠിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും വിദേശത്ത് പോയാൽ മാത്രമല്ലല്ലോ. ഇങ്ങനെയുള്ള വാക്കുകൾ പകുതി തമാശയായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതൊന്നും അത്ര കാര്യമാക്കിയില്ല. ഞങ്ങളുടെ ഭവനം വിറ്റുപോകുന്നതിൽ അവർക്കുള്ള സങ്കടമാണെന്ന് കരുതി. എന്നാൽ അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാര്യം ഞാൻ അവരോട് പറഞ്ഞതിന് ശേഷം ശക്തമായ ആ വിചാരം, തലമുറകൾക്ക് വിരോധമായി അവർ ചില സ്ഥാനങ്ങളിൽ എത്തരുത്, ചില രാജ്യങ്ങളിൽ എത്തരുത്. ആർക്കാണോ അതിഷ്ടമില്ലാത്തത് അവരുടെ ചിന്ത അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി, അവരുടെ തലമുറകൾക്കും വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു ചില രാജ്യങ്ങൾ, ചില സ്ഥാനങ്ങൾ, ചില പോസ്റ്റുകൾ. അതുതന്നെ സഹോദരി, നിൻ്റെ കുടുംബത്തിൽ ചില പോസ്റ്റുകൾ ഉണ്ടാകരുത്, നിൻ്റെ കുടുംബത്തിൽ ചില ഡിഗ്രികൾ ഉണ്ടാകരുത്, നിൻ്റെ കുടുംബത്തിൽ നീ ആഗ്രഹിക്കുന്ന ആ ഉയർച്ച ഉണ്ടാകരുത്. അവരുടെ വാദം ഇതാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അവിധത്തിൽ ഡോക്ടറായാൽ മതി, എഞ്ചിനീയർ ആയാൽ മതി. ഞങ്ങളുടെ മക്കൾ അവിധത്തിൽ കാനഡയിലും UK യിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും പോയാൽ മതി. ഞങ്ങളുടെ മക്കൾ അവിധത്തിൽ പേരും പെരുമയും പ്രശസ്തിയുമുള്ള ഡെസിഗ്നേഷൻസ് അലങ്കരിച്ചാൽ മതി. ഞങ്ങളുടെ ബിസിനസ്സിൽ ആ ഉയർച്ച ഉണ്ടായാൽ മതി. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് അവിധത്തിൽ ഉയർന്ന് നിന്നാൽ മതി എന്ന് വെല്ലുവിളിക്കുന്നവരുടെ കൂട്ടം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തലമുറകൾക്ക് വിരോധമായി ശക്തമായ ആഭിചാരം ആ സഹോദരിയോട് പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പക്ഷേ അവർക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല, ദൗർഭാഗ്യവശാൽ. എന്നാൽ ദൈവം വിശ്വസ്തനായി കൂടെ ഉള്ളതുകൊണ്ട്, ദൈവം പറഞ്ഞ വാക്ക് അത് സത്യമെന്ന് തെളിയിക്കേണ്ട ബാധ്യത ദൈവത്തിനായതുകൊണ്ട്, ഇന്ന് ഈ സമയം ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളോട് പറയുന്ന ഓരോ വാക്കുകൾക്കും തെളിവ് നൽകേണ്ടത് ദൈവമാണ്. അത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. കാരണം പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, കേൾക്കുന്നത് നിങ്ങളെങ്കിലും. ആമേൻ. നോക്കൂ, അടുത്ത് 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ചെമ്പ് തകിടിൽ ചിലത് എഴുതി നിൻ്റെ വീട്ടിൻ്റെ വശത്ത്, ഏത് വശമെന്ന് ഞാൻ ആ വീട് കണ്ടിട്ടില്ല, എന്നാൽ ആ ഒരു വശത്ത് അത് വച്ചിട്ടുണ്ട്, നിൻ്റെ തലമുറകൾക്ക് വിരോധമായി. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന നാളുകളിൽ കൊണ്ടുവച്ചത് ഇന്നും അതൊരു തടസ്സമായി അവിടെ ഇരിപ്പുണ്ട്. ആ സഹോദരി പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ഞാൻ പറഞ്ഞു, സഹോദരി, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ആ രേഖയെ ദൈവം മായ്ക്കണം. ആമേൻ. ആ സഹോദരി പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അതേ സഹോദര, പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? നിനക്ക് വിരോധമായി എഴുതിയ രേഖയെ ദൈവം മായ്ക്കുവാൻ, ചെമ്പ് തകിടുകളിൽ എഴുതിയ, വെള്ളി വിഗ്രഹങ്ങളിൽ എഴുതി വെച്ച, ഓ ഷബല റാധൂറിയ ശമന റദരെ ഷന്ധാരകന, നിനക്ക് യോഗ്യതയില്ലാത്തത് കൊണ്ടല്ല, അവിടെ നീ പെർഫോം ചെയ്തിട്ടില്ലാത്തത് കൊണ്ടല്ല, ഉയരുവാൻ നീ അർഹനല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ നിനക്ക് ഉയരുവാൻ കഴിയുന്നില്ല, നീ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല, അവിടെ നീ അലയുകയാണ്. ചിലർക്ക് നിന്നോടുള്ള വൈരാഗ്യം, നീ ഉയരരുത്, നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത് അച്ചീവ് ചെയ്യരുത്, അவ்விധത്തിൽ നീ പ്രാപിക്കരുത്, അവിടെ നീ തുടരരുത്. വാദിച്ചു വെല്ലുവിളിക്കുന്ന ദുഷ്ടമനുഷ്യർ, അവരുടെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം അതെ ചെമ്പ് തകിടുകളിൽ എഴുതി നിന്നെ മറികടപ്പിച്ച് ചില നാമങ്ങളിൽ ഇട്ടതിൻ്റെ ആ രേഖകളെ ദൈവം മായ്ച്ചു കളയുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. തെളിവായി കർത്താവ് നിന്നെ അവിടെ ഉറപ്പിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് റാബാലാമ ഷേഖേനെ. ചില വെള്ളി രൂപങ്ങളിൽ എഴുതിയ എഴുത്തുകൾ സഹോദരി നിൻ്റെ കുടുംബജീവിതത്തിന് വിരോധമായി സന്തോഷത്തെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ, കവർന്നു കളയുവാൻ, ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ ഇടതരാത്ത വിധത്തിൽ, ഒന്ന് പറഞ്ഞ് 2 കയ്യാങ്കളിയായി, വാക്കുതർക്കങ്ങളായി, വാരിക്കെട്ടി പോകലായി, എത്ര ദിവസമായി എത്ര മാസമായി നിന്നോട് തന്നെ നീ സ്വസ്ഥമായി സമാധാനമായി വീട്ടിനകത്ത് കിടന്നിട്ട് പലതവണ നീ മരണത്തിനായി ആഗ്രഹിച്ചു. പകുതി, ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പകുതി വെള്ളിയിലുള്ളത്, ഓ റാബ ഷേഖേനെ റാധൂറിയ ഷേഖേനെ, പാരമ്പര്യത്തിൻ്റെ പേര് കേട്ട ചില പുണ്യ സ്ഥലങ്ങളിൽ കൊണ്ടുവച്ച് എതിർ പ്രാർത്ഥനകൾ നടത്തി, നേർച്ചകൾ നേർന്ന് നിൻ്റെ ഭവനത്തിനകത്ത് കൊണ്ടുവച്ചത്, അത് മുഖാന്തരം നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് എൻ്റെ കർത്താവ് ഇന്ന് അറുതി വരുത്തുവാൻ പോകുക. അതിലെഴുതിയ എഴുത്തുകുത്തുകളെ എൻ്റെ ദൈവം മായ്ച്ചു കളയുവാൻ പോകുക. നിൻ്റെ കുടുംബജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം എഴുതിയ എഴുത്തുകുത്തുകൾ റാബാലാമ ഷേഖേനെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് ഇഷ്ടത്തോടെ മടങ്ങി വന്നാലും, ഓ പലതവണ തീരുമാനങ്ങളെടുത്ത് നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ച് സെറ്റാക്കിയതാണ്. കുഴപ്പമില്ല, പോയതും വന്നതുമൊക്കെ പോകട്ടെ, ഇനി നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് പോകാം. എന്നാൽ അതിന് കഴിയുന്നില്ല. ചില വ്യക്തികളുടെ ഇടപെടലുകൾ മാത്രമല്ല, പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലമുണ്ട്. തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. ചില രേഖകളെ കർത്താവ് മാറ്റി എഴുതുവാൻ റാബ ഷേഖേനെ റാധൂറിയ ശബല റദരെ ഷന്ധാരകനെ യേശുവിൻ നാമത്തിൽ ആമേൻ.
അപ്പോൾ ചിലർക്ക് പിന്നെ ഈ സംശയമായി, പാസ്റ്റർ സംഭവം ശരിയാണ്, പക്ഷേ ഇവിടെ നിങ്ങൾ ബൈബിൾ തുറന്നു വെച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് ആമേൻ വചനം ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ. ആമേൻ, ഞാൻ എക്സൈറ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോയി. ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ ചെറിയ സമയം കൊണ്ട് തന്നെ. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. നിങ്ങൾ ഈ മെസ്സേജിന് ശേഷം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ വായിച്ചു നോക്കുക. ദാനിയേലിൻ്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട കൽദയ മന്ത്രവാദികളുടെ കൂട്ടുപിടിച്ച ആ ദേശത്തിലെ പ്രഭുക്കന്മാരും ആ ദേശത്തിലെ പ്രശസ്തരും, യോഗ്യതകളുള്ളവർ, പേരുള്ളവർ, പെരുമയുള്ളവർ, പ്രശസ്തരെന്ന് സ്വയം വിലയിരുത്തുന്നവർ, അല്ലെങ്കിൽ ലോകം അങ്ങനെ കൽപ്പിച്ചു കൊടുത്തവർ, പേര് ചാർത്തി കൊടുത്തവർ, അങ്ങനെ ഉണ്ടല്ലോ ചിലർ, അവർക്കാണ് കുഴപ്പം. ആമേൻ. അവർ വിരോധമായി കൽപ്പന എഴുതിപ്പിച്ചു. സ്വന്തമായിട്ട് എഴുതിയതല്ല, എഴുതിപ്പിച്ചു. ദേശത്തിലെ മന്ത്രവാദിയെ കൊണ്ട് എഴുതിപ്പിച്ചു, ആഭിചാരകനെ കൊണ്ട് എഴുതിപ്പിച്ചു. ഓ റീബാലമാ ഷേഖേനെ. അതിൻ്റെ ഫലമെന്താ? ദാനിയേൽ സിംഹക്കുഴിക്കകത്തായി. ദാനിയേൽ നശിച്ചു പോകുന്നൊരവസ്ഥ സംജാതമായി തീർന്നു. മൃഗം, അതെ, പിശാചിൻ്റെ വാക്യകത്ത് ദാനിയേലിനെ എറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇന്ന് ഈ സമയം എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ലക്ഷ്യം അതുതന്നെയാണ്. നീ ഉയരുമെന്ന് കണ്ട് നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിനകത്ത് നന്മയുണ്ടാകുമെന്ന് അതേ സഹോദരി നീ ആഗ്രഹിക്കുന്ന, നീ സ്വപ്നം കണ്ട് ആ വിവാഹം നല്ലത് നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് കണ്ട് അതിന് വിരോധമായി പലർക്കും അസൂയ തോന്നും വിധത്തിൽ അത്ര വലിയതൊന്നുമല്ല നീ ആഗ്രഹിച്ചതെങ്കിലും അസൂയാണ്. അങ്ങനെ നീ ഉയരണ്ട, നിൻ്റെ ജീവിതത്തിൽ നല്ലതുണ്ടാകണ്ട. നിൻ്റെ മകളുടെ ജീവിതത്തിൽ പണ്ടങ്ങോ എന്തോ പറഞ്ഞതിനെ വച്ച് വൈരാഗ്യത്തോടെ തലമുറകളെന്ന് പോലും ഓർക്കാതെ, കൊച്ചു പിള്ളേരാണ്, എൻ്റെ മകൻ്റെ പ്രായമാണെന്ന് പോലും ചിന്തിക്കാതെ അവർ നിൻ്റെ തലമുറകൾക്ക് വിരോധമായി എഴുതി വച്ചതിനെ എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം മായ്ച്ചു കളയുക. റാബാല ഷേഖേനെ റാധൂറിയ ഷബലറദര ബൗഡ ഷന്ധാരകന. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. വിവാഹത്തിന് വിരോധമായി എഴുതിയ എഴുത്തുകുത്തുകളെ, രേഖകളെ എൻ്റെ ദൈവം മായ്ച്ചു കളയുക. മായ്ച്ചു കളഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു നോക്കൂ. 22-ാമത്തെ വാക്യത്തിൽ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടവൻ, പിശാചിൻ്റെ വാക്യകത്ത് വീഴപ്പെട്ടവൻ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം ദൂതനെ അയച്ച് ആ എഴുത്ത് മായ്ച്ചു കളഞ്ഞു. ഓ താങ്കിലോട് യേശുവിൻ നാമത്തിൽ ആ എഴുത്ത് മായ്ച്ചു കളഞ്ഞു. അതേ, നീ സാക്ഷ്യം പറയുവാൻ പോകുക. ആ എഴുത്ത് വായിച്ചു കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പിന്നെയും തിരികെ കൊണ്ടുവരികയാണ്. ഞാനത് മറന്നുപോയിട്ടില്ല, നിങ്ങളത് അറിയേണ്ട കാര്യമാണല്ലോ. ആ സഹോദരി പ്രാർത്ഥിച്ചു തുടങ്ങി, യേശുവേ അത് മായ്ച്ചു കളയണമേ, അത് മായ്ച്ചു കളയണമേ, യേശുവേ ആ എഴുത്തുകുത്ത് മായ്ച്ചു കളയണമേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയ സഹോദരി വിളിച്ചു, പാസ്റ്റർ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, പ്രാർത്ഥിക്കുവാൻ പറഞ്ഞപ്പോഴും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ ഭർത്താവ് സ്ട്രോങ് ആയിട്ട് കട്ടയ്ക്ക് പ്രാർത്ഥിക്കുവാനായി കൂടെ നിന്നു. ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ വീട്ടിൻ്റെ വശത്ത് നിന്നപ്പോൾ ആമേൻ ഒരു ചെമ്പ് തകിട്, ഒരു പേപ്പർ പോലെ നീളമുള്ള ഒരു ചുരുട്ടി വെച്ചിരുന്ന ഒരു തകിട് ഞങ്ങളുടെ കരങ്ങളിൽ ലഭിച്ചു. ആ തകിടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്, കാരണം ഞങ്ങളും ഈ ലോകത്തിലുള്ളവരാണല്ലോ. പക്ഷേ പാസ്റ്റർ നിങ്ങൾ പറഞ്ഞു നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങൾ തിരിച്ചറിഞ്ഞു പാസ്റ്റർ. അതിൻ്റെ അകത്ത് ആമേൻ എഴുതിയിരുന്നു എന്ന് തോന്നും വിധത്തിലുള്ള ഭാഗങ്ങളുണ്ട്, പക്ഷേ എഴുത്തുകുത്തുകളെല്ലാം മായ്ക്കപ്പെട്ടിരിക്കുന്നു. അതിൽ എഴുതിയിരുന്നതെല്ലാം മായ്ച്ചു കളഞ്ഞതുപോലെ, എഴുതി അതിനുശേഷം മായ്ച്ചു കളഞ്ഞതുപോലെ അത് ആയിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് ഈ സമയം ഈ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമയം വരെയും ആ സഹോദരിയുടെ 2 മക്കളും ഒരു വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുന്നു. അവർ അവിടെ ഏകദേശം 8 മാസത്തിലധികമായി സന്തോഷത്തോടെ 2 പേരും വർക്ക് ചെയ്യുന്നു. മായ്ക്കേണ്ടത് മായ്ച്ചപ്പോൾ ആമേൻ വഴികൾ തുറക്കപ്പെട്ടു. കർത്താവ് ചിലത് മായ്ക്കും. നിന്റെ തലമുറകൾ എത്തേണ്ട സ്ഥാനത്തെത്തും. കർത്താവ് ചിലത് മായ്ക്കും. നീ പ്രാപിക്കേണ്ട ഉയർച്ച പ്രാപിക്കും. ദൈവം ചിലത് മായ്ക്കും. ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. ദൈവം ചിലത് മായ്ക്കും. നീ പ്രാപിക്കേണ്ടത് നിന്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. നിന്റെ നന്മകൾ, നിന്റെ അനുഗ്രഹം നിന്നിലേക്ക് എത്തിച്ചേരും. നിന്റെ ആരോഗ്യത്തിന് വിരോധമായി എഴുതിയ എഴുത്തുകുത്തുകളെ ഡേറ്റും തീയതിയും ഇട്ടുവച്ച് ആ മാസം കഴിയത്തില്ല എന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന അവരുടെ മുമ്പിൽ ആ തീയതികളെ കർത്താവ് മായ്ക്കുവാൻ പോകുക. ആ എഴുതി വെച്ച തീയതി അടയാളത്തോടെ കർത്താവ് മായ്ക്കുവാൻ പോകുക. ആഭിചാരകൻ്റെ ഇഷ്ടമല്ല, ആഭിചാരകനെ തൂണ്ടിവിട്ട ദുഷ്ടമനുഷ്യൻ്റെ ഇഷ്ടമല്ല, അവർക്ക് ശക്തി നൽകുന്ന പിശാചിൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രാർത്ഥിക്കുന്ന പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ മുതൽ വെളിപ്പെടുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആമേൻ. എഴുതിയ രേഖകളെ ദൈവം മായ്ച്ചു കളയും.
രേഖകൾക്ക് തീ പിടിപ്പിക്കുന്ന ദിവസങ്ങൾ മുൻപിൽ വരികയാണ്. വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക. റെഡിയാണോ പ്രാർത്ഥിച്ചു തുടങ്ങാൻ? മാളിക മുറിയിൽ വെളിപ്പെട്ട ദൈവസാന്നിധ്യത്തിനകത്ത് കയറി പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? കോൺടാക്റ്റ് ചെയ്യും. പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. വെറും പ്രാർത്ഥന പോരാ, ഉപവാസവും ആവശ്യം. ആമേൻ. എത്തേണ്ട തലമുറകൾ എത്തുവാൻ, ആ ഉയർച്ച നിങ്ങൾ പ്രാപിക്കുവാൻ, ലക്ഷ്യം അതിവിദൂരമല്ലാതായി തീരുവാൻ, സ്വപ്നങ്ങൾ പൂവണിയുവാൻ, വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ, ജയിക്കേണ്ടതിനെ ജയിക്കുവാൻ, തകർക്കേണ്ടതിനെ തകർക്കുവാൻ, കാൽ കീഴിലാക്കേണ്ടതിനെ കാൽ കീഴിലാക്കുവാൻ ഉപവാസവും ആവശ്യം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. പുറത്തു വരുമെന്നേ. തലമുറകൾ പുറത്തു വരും. അവരുടെ പേരിന് മുമ്പിൽ ആ ഡിഗ്രി ഉണ്ടാകും. അവരുടെ ഡെസിഗ്നേഷൻസ് അലങ്കരിക്കും. അവരുടെ പേരിൽ നിങ്ങൾ അറിയപ്പെടും നിശ്ചയം. അപ്പോൾ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാമുമായി നമ്മൾ ഒരുമിച്ചായിരിക്കും. ലൈവാണ് കേട്ടോ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ലൈവുണ്ട്. ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിരിക്കും. നിത്യതയെ ബേസ് ചെയ്ത് നമ്മൾ, അല്ലെങ്കിൽ നിത്യത അടിസ്ഥാനമാക്കി നമ്മളൊരു യാത്ര തുടങ്ങിയിട്ടുണ്ട്. കൂടെ കുടിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂടെ കുടിക്കുക. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന സന്ദേശവുമുണ്ട്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ഭയങ്കര അനുഗ്രഹം. ജോയിൻ ചെയ്ത് നോക്ക്. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകൾ. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ. വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം നെയ്യാറ്റിങ്കരയ്ക്കും കാട്ടാക്കടയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പറന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ട എന്ന സ്ഥലത്ത് വെച്ച് 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ദേശത്തിൻ്റെ വിടുതലിൻ്റെ ഭാഗമായി മാറണമെന്ന്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആകാം, നിങ്ങളുടെ ദേശത്തിൻ്റെ ആകാം, അങ്ങനെ പല നിലകളിൽ നിങ്ങൾക്ക് പ്രാപിക്കേണ്ടത് പ്രാപിക്കണം, ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. നമുക്കൊരുമിച്ച് മുന്നേറാം. അവിടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയരുവാൻ വേണ്ടതൊക്കെ ചെയ്തു. ഒരുപാട് കഷ്ടപ്പെട്ടു, പലതും നഷ്ടപ്പെടുത്തി. എന്നാൽ ആ ഉയർച്ചയുടെ സമയം, വളർച്ചയുടെ സമയം, ഫലപ്രാപ്തിയുടെ സമയം അതിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ തക്കവണ്ണം ചെമ്പ് തകിടുകളിലും വെള്ളി വിഗ്രഹങ്ങളിലും എഴുത്തുകുത്തുകളിലൂടെ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ചെയ്ത് ഇവരെ മറികടത്തി ഇവരുടെ ഭവനത്തിനകത്തിട്ട് തലമുറകളെ, കുടുംബത്തെ നശിപ്പിച്ച് കളയുന്ന എല്ലാ എഴുത്തുകുത്തുകളെയും സ്വർഗ്ഗമങ്ങ് മായ്ച്ചു കളയുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന ആഭിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, നേർച്ച കാഴ്ചകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ സമയം അഴിഞ്ഞു മാറട്ടെ. ഉയരത്തിൽ നിന്ന് തീ വീഴട്ടെ. റാദൂറിയ ശബലറദരബൗഡ ഷന്ധാർഗന ദ്വീപൽ ഭൗഡ ഷന്ധാർഗന. തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി, ഉയർച്ചയ്ക്ക് വിരോധമായി, വിദേശങ്ങളിൽ കടന്നുപോയി നന്മകൾ പ്രാപിക്കുന്നതിന് തടസ്സമായി വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. വർധനവിന് വിശാലതയ്ക്ക് വിരോധമായി മനുഷ്യനും പിശാചും എഴുതിയുണ്ടാക്കിയ സകല എഴുത്തുകുത്തുകളെയും സ്വർഗ്ഗമങ്ങ് മായ്ച്ചു കളയുന്ന കൃപയ്ക്കായി റാബ ഷേഖേനെ റാധൂറിയ ശബല റധരെ ഷന്ധാർഗന ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ. ജോലിയില്ലാത്തവർക്ക് സ്വർഗ്ഗം ജോലികളെ നൽകണമേ കർത്താവ്. എല്ലാ കെട്ടും പൊട്ടട്ടെ. ഒതുക്കിക്കൂട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. വിശാലത വെളിപ്പെടട്ടെ. മരണത്തിൻ്റെ സമയം നിശ്ചയിച്ചു എന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന ശത്രുവിന് മുമ്പിൽ ദീർഘായുസ്സോടെ ഇരിക്കുവാൻ സ്വർഗ്ഗമങ്ങ് ആരോഗ്യത്തെ നൽകണമേ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല എന്ന് വാദിച്ച അതേ വെല്ലുവിളിക്കുന്നവരുടെ മധ്യത്തിൽ സ്വർഗ്ഗം ഇവരെ എഴുന്നേൽപ്പിക്കണമേ. രോഗങ്ങൾ വിട്ടുമാറട്ടെ. രോഗസൗഖ്യം ചലിക്കട്ടെ. കടം കയറ്റി മുടിക്കുമെന്ന് വാദിച്ചു വെല്ലുവിളിച്ച ശത്രുവിൻ്റെ പദ്ധതികളും എഴുത്തുകുത്തുകളും ജപ്തിയായി തീരുമെന്ന് എഴുതി വെച്ചത് സ്വർഗ്ഗമങ്ങ് മായ്ച്ചു കളയുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പല നിലകളിൽ നന്മകൾ കൈവശപ്പെടുത്തി ഉപേക്ഷിച്ച് കാണാതെ മാറിപ്പോകുന്ന, ചോദിക്കുന്നത് കൊണ്ട് തകർത്ത് കളയുവാൻ ആഭിചാരങ്ങൾ ചെയ്യുന്ന ദുഷ്ടമനുഷ്യൻ്റെ എഴുത്തുകുത്തുകളെ, മന്ത്രവാദ രേഖകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മായ്ച്ചു കളയണം. ഇവർക്ക് ലഭിക്കുവാനുള്ള നന്മകൾ ലഭിക്കട്ടെ. നന്മകൾ ഇവരിലേക്ക് എത്തട്ടെ. തടഞ്ഞു വയ്ക്കുന്ന പോരുകൾ അറിയട്ടെ. തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം, കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ. അവർ പുറത്തു വരട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. നല്ല റിസൾട്ടും ഉപരിപഠന സാഹചര്യങ്ങളും ഒരുക്കപ്പെടട്ടെ. നല്ല തൊഴിലുകൾ ലഭിക്കട്ടെ. വിവാഹ ബന്ധങ്ങൾക്ക് വിരോധമായി കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഒരുങ്ങപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. യസ് റാബ ഷേഖനെ റാധൂറിയ ഉദര ഫലങ്ങൾ ജനിക്കട്ടെ. റാബ ഷേഖനെ മച്ചിയായി തന്നെ തുടരുമെന്ന് വാദിച്ചു വെല്ലുവിളിച്ച് എഴുതിയ എഴുത്തുകുത്തുകളെ ഞങ്ങൾ മായ്ച്ചു കളയുന്നു. യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗമതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ കുടുംബജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. കുടുംബജീവിതത്തിന് വിരോധമായി വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും ഞങ്ങൾ ശാസിച്ച് ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ, ഭവനങ്ങൾ പണിയപ്പെടട്ടെ. ഓ റാബ ഷേഖേനെ പണി പൂർത്തിയാക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശ്മശാനം പോലെ ആക്കിക്കളഞ്ഞ മണ്ഡലങ്ങൾ, എഴുത്തുകുത്തുകൾ മാറട്ടെ. മന്ത്രവാദ ശക്തികൾ പോകട്ടെ. മനോഹരമായി പണിത് പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വിൽപ്പനകൾ നടക്കട്ടെ.
വലുതും ചെറുതുമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടെ. ബിസിനസ്സിന് വളർച്ച ഉണ്ടാകട്ടെ. ബിസിനസ്സിനെ തകർത്ത് കളയുന്ന പോരുകൾ അഴിയട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. പ്രൈസർ ഫാമിലിയെക്കുറിച്ച് അവരോടും പറയുക. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. എന്നാൽ നാളെ പകൽ ദൈവാനുസാരം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിന് അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.